കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി ചരണിയിൽ കെട്ടിടത്തിന്റെ ടെറസിന് മുകളിൽ കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാലേ മരണകാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. കൊലപാതകമാണോ, ഉറങ്ങിക്കിടക്കുമ്പോൾ മരിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. അസ്ഥികൂടം തമിഴ്നാട് സ്വദേശി വീരമണിയുടേതാണെന്ന് സംശയിക്കുന്നു. ഇയാളുടെ ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാണാതായ ആളുകളുടെ കുടുംബാംഗങ്ങളെ മഞ്ചേരിയിലെത്തിച്ച് DNA ശേഖരിച്ചു. അസ്ഥികൂടത്തിൽ നിന്ന് ശേഖരിച്ച DNAയും കാണാതായ ആളുകളുടെ ബന്ധുക്കളുടെ DNAയും ഒത്തുവന്നാൽ മാത്രമേ മരിച്ചത് തമിഴ്നാട് സ്വദേശിയാണെന്ന് സ്ഥിരീകരിക്കാനാകൂ. ഓഗസ്റ്റ് മാസം അവസാനത്തിലാണ് വീരമണിയെ കാണാതായത്. ഓഗസ്റ്റ് 23-നാണ് ഭർത്താവ് അവസാനമായി തനിക്ക് ഫോൺ ചെയ്തതെന്നും പിന്നീട് ഒരു വിവരവുമില്ലെന്നും വീരമണിയുടെ ഭാര്യ പോലീസിൽ മൊഴി നൽകിയിരുന്നു. ഇയാളുടെ ഫോൺ സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരുന്നില്ല. ഇതിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. 10 വർഷത്തിലേറെയായി ഇയാൾ കേരളത്തിൽ വിവിധ ജോലികൾ ചെയ്തിരുന്നു. ഇതിൽ അധികകാലവും മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു. മഞ്ചേരിയിൽ വിവിധയിടങ്ങളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഓഗസ്റ്റ് മാസം അവസാനത്തിൽ തമിഴ്നാട് സ്വദേശി വീരമണി നാട്ടിലേക്കെന്നും പറഞ്ഞ മഞ്ചേരിയിൽ നിന്ന് പോയതായി അറിഞ്ഞത്. ഇതിനെ തുടർന്നാണ് വീരമണിയുടെ ബന്ധുക്കളിലേക്ക് അന്വേഷണം എത്തിയത്. കഴിഞ്ഞ 15-ന് രാത്രി 8:30-യോടെയാണ് ചരണി പ്ലൈവുഡ് റോഡിന് സമീപത്തെ കെട്ടിടത്തിന്റെ ടെറസിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലെ 2 ജീവനക്കാർ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഫ്ലെക്സ് എടുക്കാനെത്തിയപ്പോഴാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.